രാജ്യത്തിനകത്തും പുറത്തും ഒട്ടേറെ യാത്ര നടത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്തുകൊണ്ട് മണിപ്പൂരിൽ പോകുന്നില്ലെന്ന ചോദ്യം നമ്മൾ ചോദിക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായി. 2023 മെയ് 3 വംശീയ കലാപം തുടങ്ങിയ ശേഷം ആദ്യമായി മണിപ്പൂരിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 270 പേർ കൊല്ലപ്പെടുകയും 60,000 പേർ ഭവനരഹിതരാകുകയും ചെയ്ത കലാപത്തിന്റെ മുറിവുകൾ ഉണക്കാൻ കഴിയുമോ? പ്രതീക്ഷയുടെയും വിശ്വാസത്തിന്റെയും പുതിയ പ്രഭാതം മണിപ്പൂരിൽ ഉദിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുമ്പോൾ പോലും മകനെ നഷ്ടമായ അമ്മയുടെ, ഭർത്താവിന് നഷ്ടമായ ഭാര്യയുടെ, കൊഞ്ചിച്ചും ലാളിച്ചും വളർത്തിയ പൊന്നുമക്കളുടെ ശരീരം ചേതനയേറ്റ് കാണേണ്ടി വന്ന പിതാക്കന്മാരുടെ വേദനയും കണ്ണീരും ഒപ്പാൻ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് കഴിയില്ല. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. നിരാലംബരായ ആശയറ്റ് ജീവിക്കുന്ന മനുഷ്യരോട് ഇന്ന് കോടിക്കണക്കിന് രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ച് ഒപ്പമുണ്ടെന്ന വാഗ്ദാനം പ്രധാനമന്ത്രി നടത്തി. മണിപ്പൂരിന്റെ നല്ലൊരു നാളേക്കായി ആ പ്രഖ്യാപനങ്ങളെല്ലാം നടപ്പിലാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് പ്രധാനമന്ത്രി മോദിയിൽ സന്ദർശനം നടത്തുകയുണ്ടായി. നമുക്ക് ഗ്രാഫിക്സിലൂടെ തന്നെ അത് കൃത്യമായി തന്നെ പരിശോധിക്കാം. എന്തൊക്കെയാണ് അവിടെ പ്രധാനമന്ത്രി നടത്തിയത് എന്നുള്ളത്. പ്രധാനമന്ത്രി ഈ കാണുന്നത് പോലെ മണിപ്പൂരിൽ ഇന്ന് രാവിലെയാണ് എത്തിയത്. കലാപം തുടങ്ങി 2.25 വർഷത്തിനു ശേഷമാണ് അവിടെ എത്തിയത്. ഈ 2.25 വർഷത്തിനു ശേഷം എത്തിയ പ്രധാനമന്ത്രി അവിടെ ചെലവഴിച്ചതാകട്ടെ 4 മണിക്കൂർ മാത്രമാണ്. കുക്കി മെയ്തേ ഇരകളെ കണ്ട് സ്വാഗതം ചെയ്ത് ഈ പ്രധാനമന്ത്രി അവരെ അഭിവാദനം ചെയ്തു. ഈ മെയ്തേ വിഭാഗം അവരെ കൃത്യമായി സ്വാഗതം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഒരു മെയ്തേ വിഭാഗത്തിന്റെ ഒരു വിഭാഗം ഈ സന്ദർശനത്തെ എതിർത്തു. അതായത് സന്ദർശന പ്രഹസനമാണെന്നാണ് മെയ്തേ വിഭാഗത്തിന്റെ ആളുകൾ പ്രധാനമായും പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ അത്തരത്തിൽ എതിർപ്പുമായി രംഗത്ത് വന്നത്. മറ്റൊന്ന്, മോദിയെ ഗോ ബാക്ക് മുദ്രാവാക്യം വിളികളുമായി വനിതാ കൂട്ടായ്മകൾ രംഗത്തെത്തി എന്നുള്ളതാണ്. പ്രത്യേകിച്ച് വനിതാ കൂട്ടായ്മയുടെ ഈ ഒരു മുദ്രാവാക്യം വിളിയിൽ ഏറെ പകച്ചു നിന്നു പ്രധാനമന്ത്രിയും ഒപ്പം മറ്റ് സംഘവും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടത് 270 പേരാണ്. 60,000-ൽ ഏറെ പേർക്ക് ഭവനം രഹിതരായി എന്നുള്ളതാണ് മറ്റൊരു സങ്കടകരമായ വാർത്ത എന്നുള്ളത്. 2023 മെയ് 3 തുടങ്ങിയ ഈ വംശീയ കലാപം കാരണം 250-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും 60,000-ലധികം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. കലാപം നിയന്ത്രിക്കാൻ സാധിക്കാതെ വന്നതിനെ തുടർന്ന് 2024 ഫെബ്രുവരി 13 മണിപ്പൂർ 6 മാസത്തേക്ക് രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായി. ഓഗസ്റ്റ് 5 ഇത് വീണ്ടും നീട്ടിയെങ്കിലും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മറ്റൊന്ന്, 8,500 കോടിയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നുള്ളതാണ് കേന്ദ്രം. പക്ഷേ 8,500 കോടിയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുമ്പോൾ ഇതിൽ 7,300 കോടി കുക്കി ഗോത്ര മേഖലകളിലാണ് നടപ്പാക്കുന്നത്. 1,200 കോടിയുടെ പദ്ധതി മെയ്തി മേഖലകളിലായിരിക്കും. ഈ പദ്ധതികൾ എന്ന് പറയുമ്പോൾ ഇതിനു മുൻപ് പ്രഖ്യാപിച്ച പദ്ധതികളാണ്. ആ പദ്ധതികളിൽ പലതും നടപ്പിലായിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുത. ഒരു സംസ്ഥാനത്ത് 2ആയി മുറിഞ്ഞ ഒരു നാട്, അതാണ് മണിപ്പൂരിനെ സംബന്ധിച്ച് ഇപ്പോൾ പറയുന്നത്. അതായത് 2023 മെയിൽ തുടങ്ങിയ കലാപത്തിന്റെ ആദ്യ നാളുകളിൽ കൂട്ടക്കൊലകൾക്ക് ശേഷം മെയ്തികൾ ഇംഫാൽ താഴ്വരയിലേക്ക് ഒതുങ്ങിയിരുന്നു. ഇംഫാലിലുണ്ടായിരുന്ന കുക്കികൾ ഗോത്ര ജില്ലകളിലേക്ക് മാറി. മെയ്തേ കുക്കി അതിർത്തികളിൽ യുദ്ധമേഖലകളായി. മെയ്തേ പക്ഷേ നിലപാടെടുത്ത മുഖ്യമന്ത്രി ബീരൻ സിംഗിനെ മാറ്റി ഈ വർഷം ഫെബ്രുവരിയിൽ മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണവും ഏർപ്പെടുത്തി. തുടർന്നാണ് അക്രമങ്ങൾ കുറഞ്ഞത്. ഇപ്പോഴും സംസ്ഥാനത്തിനകത്ത് 2 രാജ്യക്കാരെ പോലെ ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇന്ത്യയുടെ മണിപ്പൂർ എന്ന ഈ സംസ്ഥാനത്തുള്ളത്. മറ്റൊന്ന്, സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻസ് ആണ്. മണിപ്പൂരിൽ പുനരവതരിപ്പിച്ച സസ്പെൻഷൻ ഓഫ് ഓപ്പറേഷൻസ് കരാറിനെ കുക്കി സ്വവിഭാഗങ്ങൾ സ്വാഗതം ചെയ്തപ്പോൾ മെയ്തേ സിവിൽ സൊസൈറ്റി സംഘടനയായ കോർഡിനേറ്റിംഗ് കമ്മിറ്റി ഓൺ മണിപ്പൂർ ഇന്റഗ്രിറ്റി ഈ കരാറിനെ ശക്തമായി അപലപിക്കുകയാണ് ചെയ്തത്. പ്രത്യേക കേന്ദ്രഭരണ പ്രദേശം വേണമെന്ന ആവശ്യം, അതായത് കുക്കി സ്വവിഭാഗങ്ങൾ അവരുടെ പ്രദേശങ്ങളെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ മെയ്തേ വിഭാഗമാകട്ടെ സിവിൽ സൊസൈറ്റി സംഘടന സംസ്ഥാനത്തിന്റെ ജനസംഖ്യാപരമായ അസന്തുലിതാവസ്ഥ പരിഹരിക്കുന്നതിനായി ദേശീയ പൗരത്വ രജിസ്റ്റർ നടപ്പാക്കാനും അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും ആവശ്യപ്പെടുന്ന പ്രത്യേക ഭരണത്തിനായുള്ള ആവശ്യം വംശീയവൽക്കരിക്കുകയും ആണെന്നും ഇത് മേഖലയിലെ വിഭജനത്തിലേക്ക് നയിക്കുമെന്നാണ് അവർ പറയുന്നത്. കുക്കിസോ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായ
കുക്കീസോ കൗൺസിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. വർഷങ്ങളായി തങ്ങൾ ആവശ്യപ്പെടുന്ന വിഭജനം ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 239A പ്രകാരം കേന്ദ്ര ഭരണ പ്രദേശമാക്കി പ്രത്യേക ഭരണം വേണമെന്നാണ് ഇവരുടെ ആവശ്യമെന്നുള്ളതാണ്. എന്തായാലും തൗഫീഖ് അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകാനൊക്കെ ഉണ്ട്. തൗഫീഖ്, പ്രധാനമന്ത്രിയുടെ ഇന്നത്തെ സന്ദർശനത്തെ ഒരു വിഭാഗം അവിടെ സ്വാഗതം ചെയ്യുന്നു, ഒരു വിഭാഗം അവിടെ എതിർക്കുന്ന ഒരു നിലപാട്. മാത്രമല്ല, കോടിക്കണക്കിന് രൂപയുടെ പാക്കേജുകൾ പ്രഖ്യാപിച്ചു. മുൻപ് പ്രഖ്യാപിച്ച പാക്കേജുകളൊന്നും നടപ്പിലാക്കിയിട്ടില്ല എന്നുള്ള ഒരു വിമർശനം ഒരു വശത്തുണ്ട്. അപ്പോൾ ഏത് തലത്തിലായിരിക്കും ഈ സന്ദർശനത്തെ നമുക്കൊന്ന് വിലയിരുത്താൻ കഴിയുക? മണിപ്പൂരിൽ മെയ്ത്തികളും കുക്കികളും തമ്മിലുണ്ടായ വംശീയ സംഘർഷം ആരംഭിച്ച് 2.5 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മണിപ്പൂർ സന്ദർശിക്കാനായി എത്തിയത്. ഇംഫാലിൽ നിന്നും റോഡ് മാർഗമായിരുന്നു പ്രധാനമന്ത്രി ആദ്യം കുക്കികൾ അധിവസിക്കുന്ന ചുരാചന്ദ്പൂരിലേക്ക് എത്തിയത്. ചുരാചന്ദ്പൂരിലെത്തിയ പ്രധാനമന്ത്രി ഈ കലാപബാധിതമായിട്ടുള്ള ആളുകളുമായി കുറച്ചു സമയം സംസാരിച്ചിരുന്നു. അവരുടെ പ്രശ്നങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേൾക്കുകയും ചെയ്തിരുന്നു. ആദ്യമായിട്ടാണ് പ്രധാനമന്ത്രി സംഘർഷത്തിന് ശേഷം മണിപ്പൂരിലെത്തുന്നത്. അതുകൊണ്ട് അവർക്ക് എന്താണ് പറയാനുള്ളതെന്ന് പ്രധാനമന്ത്രി ഒരു 20 മിനിറ്റ് സമയം അവരോടൊപ്പം ചെലവഴിക്കുകയാണ് ഉണ്ടായത്. നിലവിൽ അവിടുത്തെ സാഹചര്യങ്ങൾ, അവർ അനുഭവിക്കുന്ന പ്രയാസങ്ങളെല്ലാം അവർ പ്രധാനമന്ത്രിയോട് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമായിരുന്നു പ്രധാനമന്ത്രി പീസ് ഗ്രൗണ്ടിലെ സംഘടിപ്പിച്ച 7500 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത്. ആ ഉദ്ഘാടനത്തിന്റെ ഭൂരിഭാഗം സമയവും മണിപ്പൂരിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമന്ത്രി സംസാരിച്ചത്. അതിനിടയിലാണ് മണിപ്പൂരിലുണ്ടായ സംഘർഷത്തെ പ്രധാനമന്ത്രി അപലപിക്കുകയും ഇനി ഒരിക്കലും സമാനമായ രീതിയിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാകരുതെന്നും മണിപ്പൂരിൽ സമാധാനവും ശാന്തിയും തിരികെ വരേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് കൂടി പ്രധാനമന്ത്രി പറയുകയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഇപ്പോഴും 60,500-ലധികം ആളുകൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മണിപ്പൂരിൽ കഴിയുന്നുണ്ട്. അവരെ സ്വന്തം വീടുകളിലേക്ക് അല്ലെങ്കിൽ അവരെ പുനരധിവസിപ്പിക്കേണ്ട ഒരു ചുമതലകൾ കൂടി ഇനിയിപ്പോൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതുകൂടി എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ വേദിയിൽ പറയുകയുണ്ടായി. എല്ലാവരും മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാനായിട്ട് ഒന്നിച്ചു നിൽക്കണം. ആ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. കുക്കികളും മെയ്ത്തികളും തമ്മിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ഇനി ഉണ്ടാകരുത്. മുമ്പത്തെ പോലെ സൗഹാർദ്ദപരമായിട്ട് ഇരുവിഭാഗങ്ങളും മുന്നോട്ട് പോകേണ്ട ആവശ്യകതയെക്കുറിച്ചും പ്രധാനമന്ത്രി ഇന്ന് ചുരാചന്ദ്പൂരിൽ നടന്ന പ്രസംഗത്തിൽ പറയുകയുണ്ടായി. അവിടുത്തെ പരിപാടിക്ക് ശേഷം നേരെ പ്രധാനമന്ത്രി എത്തിയത് ഇംഫാലിലേക്കാണ്. ഇംഫാലിലാണ് മെയ്ത്തികൾ താമസിക്കുന്ന സ്ഥലമാണിപ്പോൾ ഇംഫാൽ. അവിടെയും പ്രധാനമന്ത്രി സമാനമായ രീതിയിൽ 1500 കോടി രൂപയുടെ വികസന പദ്ധതികൾ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. അതിനുശേഷവും സംഘർഷങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി ഇംഫാലിലും ചില പരാമർശങ്ങൾ നടത്തുകയുണ്ടായി. മണിപ്പൂരിന്റെ സമാധാനം തകർക്കുന്ന രീതിയിലാണ് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാനത്ത് നടക്കണമെങ്കിൽ അവിടെ സംഘർഷങ്ങൾ ഉണ്ടാകരുത്. സംഘർഷങ്ങൾ ഉണ്ടായാൽ അത് വികസന പ്രവർത്തനത്തെ സാരമായി തന്നെ ബാധിക്കും, കാര്യമായി ബാധിക്കും. അതുകൊണ്ട് ഇനി സംഘർഷങ്ങളിലേക്ക് കടക്കാതെ ഒരു സമാധാനമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരിക്കണം ഉണ്ടാകേണ്ടത്. കുക്കികൾക്കും മെയ്ത്തികൾക്കും ഇടയിൽ സമാധാനത്തിന്റെ ഒരു പാലം എത്രയും വേഗം നിലവിൽ വരേണ്ടതുണ്ട്. അതിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഉണ്ടാകും. താനും കേന്ദ്ര സർക്കാരും ഈ ഇരുവിഭാഗങ്ങൾ കൂടിയാണുള്ളത്. മണിപ്പൂരിന്റെ ജനതക്കൊപ്പമാണ് ഉള്ളത് എന്ന് പ്രധാനമന്ത്രി 2 വേദികളിലും നിരന്തരം ആവർത്തിച്ചു പറയുകയുണ്ടായി. അതിനിടയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുകൊണ്ട് ഇന്ന് മണിപ്പൂരിൽ നമുക്ക് കാണാൻ സാധിച്ചു. കാരണം 2.5 വർഷത്തിന് ശേഷമാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാനായിട്ട് എത്തിയത്. പ്രതിപക്ഷത്തിന്റെ നിരന്തരമായിട്ടുള്ള ആവശ്യമായിരുന്നു ഈ സംഘർഷം. മണിപ്പൂരിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതികൾ എത്രമാത്രം വിജയിക്കും? 2 വിഭാഗക്കാരെയും ഒരുമിച്ച് നിർത്തി മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമോ? ഒരുമിച്ച് നിർത്താൻ ഇന്ത്യയിലെ ആ ജനതയെ ഒരുമിച്ച് നിർത്താൻ കഴിയുമോ എന്നടക്കമുള്ള ചോദ്യങ്ങൾ നമ്മളുടെ മുന്നിൽ ഇപ്പോഴും ഉയരുന്നുണ്ട്. എന്തായാലും ഡീകോഡിന്റെ ഇന്നത്തെ സമയം പൂർണ്ണമാവുകയാണ്.